എല്ലാവരെയും വറി ചെയ്യുന്നൊരു കാര്യമാണ് എപ്പോൾ പ്രഗ്നൻസി ആകണം, ഏതാണ് ആ ഐഡിയൽ ഏജ് പ്രഗ്നൻസി ആകാൻ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ കപ്പിൾസ് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണാൻ വരിക അല്ലെങ്കിൽ പ്രഗ്നൻസിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത് ഒരു 30 വയസ്സിന് മേലെയാണ്. എന്ന് പറഞ്ഞാൽ കരിയർ, ഫാമിലി സെറ്റിൽ ചെയ്യുക, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും പ്രഗ്നൻസി അല്ലെങ്കിൽ കുട്ടിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുക. അപ്പോഴത്തേക്ക് ഇവരുടെ പ്രായം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പ്രായവും ഇൻഫെർട്ടിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡെഫിനറ്റ്ലി. എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രായമാണ് നമ്മൾ ഗർഭം ധരിക്കാനായിട്ട് നോക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മുന്നെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 23-24 വയസ്സാകുമ്പോഴത്തേക്ക് മിക്ക സ്ത്രീകളുടെയും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയെങ്കിലും ഒരു 25-26 വയസ്സാകുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു 30 വയസ്സിന് മേലെയാണ് ആദ്യത്തെ കുട്ടീനെ കുറിച്ച് തന്നെ ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളുടെ ഏജ് കൂടുന്നതനുസരിച്ച് എഗ്ഗിൻ്റെ ക്വാളിറ്റി, എഗ്ഗിൻ്റെ നമ്പർ ഇതെല്ലാം കുറഞ്ഞു തുടങ്ങും. എഗ്ഗ് ആണ് നമുക്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം. എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങുക, അതും പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ നമ്പറും ക്വാളിറ്റിയും വളരെ പെട്ടെന്നാണ് കുറഞ്ഞു തുടങ്ങുന്നത്. നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ഉള്ള IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ICSI ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യുമ്പോൾ തന്നെ ഏജാണ് അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യം. അപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ക്വാളിറ്റി കുറയുന്നതനുസരിച്ചിട്ട് ഗർഭധാരണം തന്നെ ബുദ്ധിമുട്ടാകാം. ഗർഭധാരണം മാത്രമല്ല, ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ കാരണം ഈവൻ പ്രഗ്നൻസി ആയാൽ പോലും കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ വരാനും ഡൗൺ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങളും എല്ലാം വരാനുള്ള സാധ്യതകൾ ഒരു 35 ഇയേഴ്സിന് മേലെ കൂടി വരുന്നതായിട്ട് കാണാം. ചെറുപ്പക്കാരിൽ വരില്ല എന്നല്ല, എന്നാലും ഏജ് കൂടുന്നതനുസരിച്ച്, എന്ന് പറഞ്ഞാൽ മെറ്റേണൽ ഏജ്, മദറിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ചികിത്സാ രീതിയിലാണെങ്കിലും ഭാവിയിൽ കുട്ടിയുടെ പ്രോബ്ലംസ് ആണെങ്കിലും കൂടുതലായിട്ട് കൂടി വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രവണത.